കല്യാണത്തിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടത്. അപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു. രാവിലെ നേരത്തെ ഒന്നുമല്ല, എന്നും എണീക്കണ നേരത്തെ തന്നെയാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടു കേട്ടോ. ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കുകയാണ്. ആളുകളൊക്കെ വരൽ തുടങ്ങുമല്ലോ. പിന്നെ ഇവിടുത്തെ കല്യാണം വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ് കേട്ടോ. ഉച്ചക്ക് പെണ്ണിൻ്റെ വീട്ടിൽ വേണം. അപ്പോൾ ഒരു 11:30-12 മണിയാകുമ്പോൾ ഡ്രസ്സൊക്കെ മാറി പോകണം കേട്ടോ. അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി വീടൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടാണ് കാണാൻ തന്നെ ഒരു ഭംഗി. നീറ്റ്നെസ് കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും കാണേണ്ടി വരുമല്ലോ അല്ലേ. അപ്പോൾ അത് അവൻ മാത്രമേ എണീച്ചിട്ടുള്ളൂ കേട്ടോ. വേറെ ആരും എണീച്ചിട്ടൊന്നുമില്ല, മക്കളാരും കേട്ടോ. അപ്പോൾ അവന് എണീച്ച് പോകുന്ന പാടാണിത്. റൂമിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഇതൊന്ന് മടക്കി വെച്ച് സെറ്റാക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം എല്ലാ റൂമിലും ഒന്ന് പോയി നോക്കണം സെറ്റാണോ എന്ന്. ഇവിടെ ഉപ്പാക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വീട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞാൽ ഫുള്ള് നീറ്റിൽ കിടക്കണം കേട്ടോ. എനിക്കും അങ്ങനെ വീട് പരന്നെടുക്കണമെന്നും എനിക്കും ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഇപ്പാക്ക് വീട്ടിലാരെങ്കിലും വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ന് ഇപ്പം അവിടെ തുടച്ചിട്ടും ഇവിടെ തുടച്ചിട്ടും അങ്ങനെ ഒരാളാണ് ഇപ്പം. വീട് പരന്ന് വൃത്തിയേടായി കിടക്കുന്നതും എനിക്കും വലിയ ഇഷ്ടമൊന്നുമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഞാൻ വേഗം വൃത്തിയാക്കും. മക്കളാരും പിന്നെ ഞാൻ ആ ഭാഗത്തേക്കൊന്നും അടുപ്പിക്കില്ല. അടങ്ങി നിന്നോ എന്നൊക്കെ പറഞ്ഞൊരു ക്ലാസ്സൊക്കെ കൊടുക്കും ഞാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ മേലെ പോയൊക്കെ ചെക്കൻ്റെ ഡ്രസ്സാണ് കേട്ടോ അത്. അപ്പോൾ മാറ്റി തുടങ്ങിയിട്ട് ഓരോരുത്തരായിട്ട് മാറ്റി തുടങ്ങി. ഞാനാണ് ലാസ്റ്റ് മാറ്റണത്. കാരണം ഇവർക്കൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാനാണേ. എന്താല്ലേ ജെസ്സിക്ക കേട്ടോ. ജെസ്സിയൊക്കെ നേരത്തെ മാറ്റി ഒരുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓളോളം മോക്കൊക്കെ സംഭവം കണ്ണെഴുതിയൊക്കെ കൊടുത്തു കേട്ടോ. വല്ലാണ്ടൊന്നുമില്ല കേട്ടോ, എനിക്കറിയണ പോലെ. അത് ജെസ്സിക്ക് അങ്ങനെ വല്ലാണ്ട് അറിയൊന്നുമില്ല. അപ്പോൾ ഞാൻ അവൾക്ക് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടോ മക്കൾക്കും. അപ്പോൾ ഇതും ക്രീമൊക്കെ ഓൾറെഡി ഞാൻ തേച്ചിട്ടുണ്ട്. ഞാനും ഒന്ന് മാറ്റി ഒരുങ്ങട്ടെ. ലിപ്സ്റ്റിക്ക് ഇടുകയാണ് കേട്ടോ. കണ്ടാലറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇതാ ഫൈനൽ ബ്ലാക്കാണ് കേട്ടോ ഡ്രസ്സ്. ഞാൻ കമ്മൽ ഒരു സ്റ്റഡ് ഇട്ടിട്ടുണ്ട്, ഒരു ലോങ് ഹെവി ആയിട്ടുള്ളൊരു കമ്മൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഏതാണ് ഇടേണ്ടത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷാനെങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷാ വന്ന് വാതിൽക്ക് ഇങ്ങനെ മുട്ടുന്നുണ്ട്. അപ്പോൾ ഷാക്ക് ഡോർ തുറന്നിട്ട് ഞാൻ ചോദിച്ചു കേട്ടോ. ആമിന മാറ്റിയത് കണ്ടപ്പോൾ ഷാക്ക് നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ ആമിനാൻ്റെ ഡ്രസ്സ്. ഞങ്ങളിതൊന്നല്ല വിചാരിച്ചിരുന്നത്. ആമിനക്ക് വേറെ സ്റ്റിച്ച് ചെയ്യാനാണ് കൊടുത്തിരുന്നത് കേട്ടോ. പിന്നെ ഇത് കണ്ടപ്പോൾ ബ്ലാക്ക് കണ്ടപ്പോൾ ഇതാക്കി ഐമിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ. അപ്പോൾ ഷാ പറഞ്ഞു ആ വലിയ കമ്മൽ തന്നെ കേട്ടോ, അതാണ് ഭംഗിയെന്ന്. അങ്ങനെ ഇത് ജെസ്സിയും ബ്ലാക്കാണ് കേട്ടോ. ഞാനും ഐമനും ഞങ്ങൾ ഏകദേശം മാച്ചാക്കിയിട്ടാണ് ഡ്രസ്സാക്കിയിട്ട്. ജെസ്സിയിൽ എങ്ങനെയോ വന്ന് പെട്ടതാണ്. അപ്പോൾ ഇതാ ഷാ ഇറങ്ങി കേട്ടോ. ഐമനുണ്ട്, ഐമന് താഴെയാണ്. അപ്പം അടുത്ത പാട്ട് ഉണ്ട് കേട്ടോ, സെക്കൻഡ് പാട്ട്.